ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 1. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു 30 ഡേ ചലഞ്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പോയി എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ ആ 30 ഡേ ചലഞ്ചിൽ 6 കാര്യങ്ങളാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് ഇത് കണ്ടാൽ ഇത് ഞാൻ പ്രോപ്പർ റിസൾട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ പറയുന്നത് ആ വീഡിയോയ്ക്കകത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാധനം എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുക, ഷുഗർ കട്ട് ചെയ്യുക, ഒരു ദിവസം പോയി ഫുഡ് ഓർഡർ ചെയ്യാണ്ടിരിക്കുക, എല്ലാ ദിവസവും ഫിക്ഷനും നോൺ ഫിക്ഷനും വായിക്കുക, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക. ഈ 6 സാധനങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഷുഗർ കട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യാണ്ടിരിക്കുക. പിന്നീട് ഞാനൊരു സാധനം കൂടെ ചെയ്തു, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞ 3 ദിവസം 30 ദിവസം. അപ്പോൾ ഈ 4 സാധനത്തിൽ നമുക്കൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വയറ് കുറയ്ക്കൽ സൈഡിലേക്ക് വെക്കാം, മറ്റത് കുറച്ച് സെൽഫ് ഡെവലപ്മെൻറ്റ് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഈ വെയിറ്റ് ലോസ് വയറ് കുറയ്ക്കലിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ കൂടി ഇടാൻ വിചാരിക്കുന്നത്, ലൈക്ക് പ്രോപ്പർ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് അത് മാത്രം പറഞ്ഞിട്ടുള്ള വീഡിയോ. കാരണം എനിക്ക് വന്നിട്ടുള്ള പ്രോപ്പർ റിസൾട്ടും എല്ലാം കാണിച്ച് അതിൽ വീഡിയോ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ അത് ഇടും, അതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഞാൻ ആക്ച്വലി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. ആകെ എനിക്ക് ഒറ്റ ദിവസമേ ഉറക്കം സെറ്റ് ആവാണ്ട് വന്നിട്ടുള്ളൂ കഴിഞ്ഞ 30 ദിവസത്തിനൊക്കെ. ബാക്കി എല്ലാ ദിവസവും ഞാൻ നല്ല വൃത്തിക്ക് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫുഡ് ഓർഡർ ചെയ്യാണ്ടിരിക്കുക. ഒറ്റ ദിവസം പോലും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ദിവസം അങ്ങനത്തെ ഒരു മാസം എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കുറേ പൈസ സമ്പാദിച്ചു, അല്ലെങ്കിൽ കുറേ പൈസ ലാഭിച്ചു. അതുകൊണ്ട് പിന്നെ കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കൽ കുറയുകയും ചെയ്തു എന്ന് പറയാം. ഈ ഫുഡ് ഓർഡർ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ 2 ദിവസം ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ദോശ മേടിച്ച് കഴിച്ചു. ബട്ട് അതൊരു ഭയങ്കര വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതുണ്ടായിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് ഞാൻ ഫുഡും കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നതിനായിരുന്നു നമുക്ക് നിരോധിക്കേണ്ട സാധനം. അത് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ വൃത്തിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ഈ മാസം മൊത്തം ചോറ് 4-5 കറിയൊക്കെ ആയിട്ട് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചിട്ട് എല്ലാ ദിവസവും. എൻ്റെ തീറ്റ കാണുമ്പോൾ റൂമിലുള്ളവരൊക്കെ ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കി എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ ചോറും, എനിക്ക് എൻ്റെ പ്ലേറ്റ് നിറഞ്ഞ ചോറും കറികളും ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫുഡ് ഓർഡർ ചെയ്യാത്തതിൻ്റെ ഞാൻ തോന്നുന്നു. എന്തായാലും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ കട്ട് ഞാൻ ആക്ച്വലി ഒരു 3 ദിവസം തെറ്റിച്ചുള്ളൂ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റ് ഞാൻ ഒരു ദിവസം പോലും തെറ്റിച്ചിട്ടില്ല. അത് എനിക്കെന്തോ ഇഷ്ടമായിരുന്നു തോന്നുന്നു. ഞാൻ സമാധാനമായിട്ട് എനിക്ക് ഷെഡ്യൂളായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്ത രീതി. സോ അത് പക്കാ പ്രോപ്പറായിട്ട് പോയി, ഒറ്റ ദിവസം പോലും തെറ്റിയില്ല. പിന്നെ എക്സസൈസ് എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. ഞാൻ 4-5 ദിവസമൊക്കെ ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ ഞാൻ അത്ര ഭയങ്കരമായ ഹെവി വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഞാൻ വർക്കൗട്ട് ചെയ്യണം, ഒന്ന് ബോഡി മൂവ് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഫിക്ഷനും നോൺ ഫിക്ഷനും വായിക്കുക എന്ന് പറയുന്നത്. ഫിക്ഷനും നോൺ ഫിക്ഷൻ എനിക്ക് നോൺ ഫിക്ഷൻ ഏതോ 2 ദിവസം മിസ്സായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫിക്ഷൻ എല്ലാ ദിവസവും വായിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഫിക്ഷൻ എല്ലാ ദിവസവും വായിച്ചിട്ടുണ്ട്. ഞാനൊരു 3 നോൺ ഫിക്ഷൻ ബുക്ക് കംപ്ലീറ്റ്ലി വായിച്ചു. ആൻഡ് ഫിക്ഷൻ വരികയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ 12ാമത്തെ ബുക്കാണ് ഈ മാസം വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാനൊരു ഭയങ്കര നല്ല പ്രോഗ്രസ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലമൊന്നും ബുക്കേ വായിച്ചിട്ടില്ല. ആകെ 2-3 ബുക്കേ കഴിഞ്ഞ് ഒറ്റ കൊല്ലം കൊണ്ട് വായിച്ചിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഏപ്രിലാണ് ഈ കൊല്ലം വായിക്കാൻ തുടങ്ങിയത്. അത് ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഒരു മാസത്തിൽ, അതായത് ഈ കഴിഞ്ഞ ജൂണിൽ ഞാൻ 12 ബുക്ക് വായിച്ചു എന്ന് പറയുന്നത് അതായത് എന്താ പറയുക, ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വൃത്തിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അല്ലാണ്ട് ബാക്കി നമുക്ക് തിരക്കുകൾ വേറെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 12 ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞാൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് മീ. ആ കാര്യത്തിൽ പുതിയൊരു ചലഞ്ച് പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 75 ഡേ ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും. സോ പുതിയതിൽ പിടിക്കാം. പക്ഷേ ആസ് ഫാർ ആസ് ഫോർ 30 ഡേയ്സ് ഭയങ്കര സക്സസ് ആയിരുന്നു. നമ്മൾ ഗിവ് അപ്പ് ചെയ്തില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. പല ദിവസങ്ങളിലും അവരവരെയൊക്കെ ടൈം മിസ്സായെങ്കിൽ പോലും കൃത്യമായിട്ട് 30 ദിവസം തികച്ച് നിർത്തും വരെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്ന് പറയുന്നത് ഇസ് വാട്ട് ദാറ്റ് മാറ്റേഴ്സ്. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. നോർമലി ഞാൻ ഒരു ദിവസം 2 ദിവസമൊക്കെ മിസ്സായി നിർത്തി പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ നിർത്തില്ല എന്ന് തീരുമാനിച്ചു തുടങ്ങി നിർത്തത്തില്ല എന്ന് തീരുമാനിച്ചതിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ നമുക്കിനി പിന്നെ ഏതെങ്കിലുമൊക്കെ പുതിയ ചലഞ്ചുകളായിട്ട് പിന്നെയും കാണാം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതോടെ ഒന്ന് പോയി കാണണം. പിന്നെ ഒരു ലൈക്ക് ബോഡി വെയിറ്റ് ലോസ് ടൈപ്പായിട്ടുള്ള 30 ഡേ ചലഞ്ചിൻ്റെ റിസൾട്ടായിട്ട് ഇടുന്ന വീഡിയോയും എല്ലാവരും കാണണം. സോ ബൈ.